ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പച്ചക്കായ ഉപയോഗിച്ച് വ്യത്യസ്തമായ ഈ ഒരു വിഭവം തയ്യാറാക്കുന്നതിന് വേണ്ടി 3 കായയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 ആയാലും മതിയാവും. ഇതിൻ്റെ തോലൊന്നും അങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ കറുത്ത കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഈ കായയുടെ അടിവശം മുകൾവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ബ്ലാക്ക് കളേഴ്സ് ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ചെത്തി മാറ്റി കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് തോല് ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ അവിയലിനൊക്കെ അരിയുന്നത് പോലെ ഇതുപോലെ അങ്ങ് നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. നമ്മളപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുത്ത ആ കായ കഷ്ണങ്ങളെല്ലാം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കായയിലുള്ള ആ കറ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആ കായെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ആ കായൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ കറയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണേ. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കായൊക്കെ പകുതിയിലേറെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് സമയം കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ. നമ്മളപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊടംപുളിയാണ്. ഒരു പീസ് കൊടംപുളി വെള്ളത്തിൽ ഇന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊടംപുളിയുടെ വെള്ളം അടക്കം ഇതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചീന്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുളി കഷ്ണത്തിലേക്കൊക്കെ പിടിക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ പുളിയൊക്കെ അതിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുവേ. ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണേ. അതിനുവേണ്ടി മിക്സിയുടെ ജാറെടുത്ത് ഒരു 1/4 കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളിയും ഇതിനോടൊപ്പം ഒരു 4-5 വെളുത്തുള്ളിയും കൂടി. ചെറിയ വെളുത്തുള്ളി ആയ കാരണമാണ് ഇത്ര എടുത്ത്, ഇല്ലെങ്കിൽ ഒരു 3-4 ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഒരു 4 പച്ചമുളക് എടുക്കുക. ഒരു ചെറിയ തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ, അതായത് 1/4 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ, ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും കേട്ടോ, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഞാനിതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പൾസ് മോഡിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് ഈ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ തേങ്ങാക്കൂട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒരു അവിയലിൻ്റെ ലുക്കാണെങ്കിലും ഇതിന് കൂടുതൽ ടേസ്റ്റ് സാമ്യത വരുന്നത് മീൻ പീരയുടെ ഒരു ടേസ്റ്റിനോട് ചെറിയൊരു സാമ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ ഒപ്പം കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കായ വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്കൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം. നമ്മളപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ഈസിയല്ലേ ചെയ്തെടുക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.